നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ബീർബൽ കഥയാണ്. അക്ബർ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ പണ്ഡിതരിൽ ഒന്നാമനാണ് ബീർബൽ. മഹേഷ് ദാസ് എന്ന ഒരു സാധു ബ്രാഹ്മണനെ അക്ബർ മഹാരാജാവ് ആകസ്മികമായി കാണുകയും അദ്ദേഹത്തിൻ്റെ ബുദ്ധികൂർമ്മതയിൽ സംതൃപ്തനായ രാജാവ് അദ്ദേഹത്തെ തൻ്റെ സദസ്സിനാക്കുകയും ചെയ്തു. മഹേഷ് ദാസ് എന്ന ആൾ പിന്നീട് ബീർബൽ എന്ന പേരിലാണ് കൊട്ടാരത്തിലും നാട്ടിലും അറിയപ്പെട്ടത്. ബീർബൽ ഒരു നല്ല ഭരണാധികാരിയാണ്, മികച്ച പടയാളിയാണ്, പഴുതൊറ്റ ന്യായാധിപനാണ്, സഹൃദയനായ കവിയാണ്. ഈ നിലകളിലെല്ലാം പ്രശസ്തനായ ബീർബൽ അക്ബർ മഹാരാജാവിൻ്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളാണ്. ധാരാളം കവിതകൾ എഴുതിയിട്ടുള്ള വ്യക്തി കൂടിയാണ് ബീർബൽ. അദ്ദേഹത്തിൻ്റെ കവിതകൾ, മനോഹരമായ കവിതകൾ ഭരത്പൂർ മ്യൂസിയത്തിൽ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. അക്ബർ മഹാരാജാവിനെ ഉപദേശിക്കാനും സഹായിക്കാനും വിമർശിക്കാനും തിരുത്താനുമൊക്കെ ബീർബലിന് സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഉപദേശിച്ച ഒരു കഥയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ആ കഥയുടെ പേര് പലഹാരത്തിൻ്റെ മണം എന്നാണ്. ഒരു നാൾ നഗരത്തിലെ ഒരു വ്യാപാരി ഒരു സാധു മനുഷ്യനെയും കൂട്ടി അക്ബർ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. വിചിത്രമായിരുന്നു വ്യാപാരിയുടെ പരാതി. വ്യാപാരി നൽകിയ പരാതി ഇതാണ്: മഹാരാജാവേ, ഇയാൾ ദിവസേന ഉണക്കച്ചപ്പാത്തിയുമായി എൻ്റെ മധുരപലഹാരക്കടയുടെ മുമ്പിൽ വന്നിരുന്ന് മധുരപലഹാരങ്ങളുടെ മണം ആസ്വദിച്ച് ചപ്പാത്തി തിന്നും. പലഹാരങ്ങൾ എൻ്റെ ആയതിനാൽ അവയുടെ മണം ആസ്വദിച്ചതിന് ഞാൻ ഒരു പ്രതിഫലം ചോദിച്ചു. പക്ഷേ ഇയാൾ എനിക്കത് തന്നില്ല. അങ്ങ് ഇതിനൊരു പരിഹാരം കാണണം. അക്ബർ രാജാവ് ഈ പ്രശ്നം ബീർബലിന് വിട്ടു. അത്യാഗ്രഹിയായ വ്യാപാരിയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ബീർബൽ ഒരു സ്വർണ്ണനാണയമെടുത്ത് വ്യാപാരിയുടെ മൂക്കിനടുത്ത് ഉരസിക്കൊണ്ട് പറഞ്ഞു: നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങളുടെ പലഹാരത്തിൻ്റെ മണം ആസ്വദിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രതിഫലത്തിന് അവകാശമുണ്ട്. പലഹാരത്തിൻ്റെ മണത്തിന് പ്രതിഫലമായി ഇതാ സ്വർണ്ണനാണയത്തിൻ്റെ മണം എന്നു പറഞ്ഞാണ് ആ സ്വർണ്ണനാണയം വ്യാപാരിയുടെ മൂക്കിനടുത്ത് ഉരസിക്കൊണ്ട് ബീർബൽ ഈ മറുപടി നൽകിയത്. ഇനി നിങ്ങൾക്ക് പോകാം. ഉടനെ വ്യാപാരി ഇളിഭ്യനായി മടങ്ങേണ്ടി വന്നു. ബീർബൽ ആ സ്വർണ്ണനാണയം ആ സാധു മനുഷ്യന് നൽകിയിട്ട് പറഞ്ഞു: താങ്കൾ ഇനി പലഹാരത്തിൻ്റെ മണം പിടിച്ചു നിൽക്കേണ്ട. ഇതുകൊണ്ട് വയറ് നിറയെ പലഹാരം വാങ്ങി കഴിച്ചുകൊള്ളൂ. അങ്ങനെ ആ സാധു മനുഷ്യൻ ആ സ്വർണ്ണനാണയവും വാങ്ങി അയാളുടെ വീട്ടിലേക്ക് പോയി. ബീർബലിൻ്റെ ബുദ്ധിശക്തിയെ അക്ബർ രാജാവും കൊട്ടാരത്തിലെ സദസ്യരും വാനോളം പുകഴ്ത്തി. ഇത് ബീർബലുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഥയാണ്. ഇതിത്രമാത്രം. നന്ദി, നമസ്കാരം.